നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലെ സീതാതീർത്ഥത്തിലെ മകരവിളക്ക് പൊങ്കാലയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്മുടി അപ്പർ സാനിറ്റോറിയത്തിൽ നിന്നും സീതാതീർത്ഥ യാത്രയിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പൊന്മുടിയിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും ഞങ്ങളുടെ നാട്ടുകാരനുമായ അരുൺ, അദ്ദേഹം യാത്രയിൽ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ മാനേജർ കൂടിയായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ KR അജയ് സാറിനെയും കുടുംബത്തെയും പൊന്മുടിയിൽ വെച്ച് കാണാനിടയായി. ഇത് നമ്മുടെ നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി അല്ലേ? അവിടെ നമ്മളെ കഫ്റ്റേറിയ. ശരി ശരി. അല്ലാതെ വെക്കും എല്ലാം നിർത്തുവേ. പൊന്മുടിയുടെ സ്പെഷ്യൽ സർവത്താണ്. അല്ല, ഇതൊക്കെ ഒന്ന് എടുത്തോ കേട്ടോ. വേണ്ട വേണ്ട, ഇത് വേണ്ട. തനതായ ശൈലിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഹനുമാൻജി അതാരാ? രാമനോ? കുശ. ഇതാരാ? സീത. ആ പോട്ടെ. കഴക്കൂട്ടം ചിറയൻകീഴ് ശർക്കര റൂട്ട് എല്ലാ വർഷം വരാറുണ്ടോ? അതോ ആദ്യമായിട്ട് വരുന്നത്? എങ്ങനെയാ അറിഞ്ഞ ഇവിടത്തെ പറ്റി? യൂട്യൂബിൽ കണ്ടുവരുന്നത്. യൂട്യൂബിൽ ഇതുപോലെ ഒരു പയ്യൻ നിന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വരണമെന്നൊരു ആഗ്രഹം തോന്നി. ഇനി എല്ലാ വർഷം വരുമല്ലോ? ഇനി എല്ലാ വർഷം വരും. വരണം. ഞങ്ങളുടെ കൂടെ വന്നതിൽ 2 പേര് പൊങ്കാലയുണ്ട്. ഞങ്ങൾ പൊങ്കാല ഇട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൊങ്കാലയൊക്കെ ഇട്ട് നല്ല ആട്ടിച്ച് പൊളിച്ച് ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ എനർജിയൊക്കെ ഉണ്ടാവട്ടെ. അതെ അതെ. ശരി എന്നാ വിട്ടോളൂ. ശരി എന്നാ. മറ്റു പല സ്ഥലങ്ങളെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എല്ലാ അമ്പലങ്ങളും പോകുമ്പോൾ പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന അമ്പലങ്ങളല്ല, കോൺക്രീറ്റ് സൗധങ്ങളും കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും പോകും. ഇവിടെ എന്ന് പറയാൻ പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന് ഞങ്ങളെ വണ്ടിക്കാരൻ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ കാണാത്തൊരു അമ്പലത്തിൽ കൊണ്ടുപോകണം കേട്ടാ. പൊന്മുടി അപ്പർ സാനിറ്റോറിയത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് സീതാതീർത്ഥത്തിലേക്കുള്ളത്. ഞാനിട്ട് ഇവിടെ താലപ്പൊലിക്കാരെ കൊണ്ടുവന്നു. ഒന്നും പരിപാടിയില്ല. നമ്മളെ വനത്തിൽ കയറിയാൽ പോലും ഒരു പ്ലാസ്റ്റിക് കിടന്നാൽ അതിനെടുത്താൽ തൊഴിൽ പോയിട്ട് അവിടെ കിടന്ന പ്ലാസ്റ്റിക് കംപ്ലീറ്റ് വാരി നമ്മൾ പുറത്തുകൊണ്ടുപോയി.
ദൂരമായി കാണും ഇല്ലേ? കുറച്ച് ദൂരേ ഉള്ളൂ. എങ്ങനെയുണ്ട് അമ്പലത്തിൽ? നല്ല തിരക്കുണ്ടോ ഇന്ന്? ഉണ്ട്. ഓപ്പൺ ഏരിയയിലോട്ട് എൻ്റർ ആവും. ചൂട് സംഭാരമാണോ? ഓ, തണുത്തതില്ല. എന്തൊക്കെ ഇവിടെ സ്പെഷ്യല്? ഇവിടെ ഈ ഉത്സവ പ്രമാണിച്ചുള്ള ഒത്തിരി അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു. ആ ഇവിടെ സെൻറ്ററിൽ മക്കളെ ഇങ്ങനെ മാറിക്കളയല്ലേ? ഒരു ഷട്ടിൽ വന്നു കഴിഞ്ഞായിരുന്നു. ശരി ശരി. എല്ലാ ഭക്തജന നേതൃത്വത്തിലേക്ക് കൃത്യം 10:30 തന്നെ പണ്ടാരടുപ്പിൽ പകരുന്നതാണ്. അമ്മേ സ്വർണം ദേവി സ്വർണം. അങ്ങ് പോയാ അരെ രഘു എന്ന് പറഞ്ഞ പുള്ളിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ
നല്ല ഒരു പരിപാടിയാണ്. നല്ലൊരു പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം തന്നെ ഏകദേശം ഒരു 2000-ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ആൾ വന്നിട്ടുണ്ട്. ദൂരെ നിന്നും, വളരെ ദൂരെ നിന്നും, നെടുമങ്ങാട് തിരുവനന്തപുരത്ത് നിന്ന് വരെ ആളുകൾ വന്നിട്ടുണ്ട്. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ മാത്രമല്ല, നല്ലൊരു പരിപാടിയാണ്. എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ്, അന്നദാന പരിപാടി, അങ്ങനെ നല്ല ഒരു പരിപാടിയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. നിങ്ങളുടെ സ്ഥലം? എൻ്റെ സ്ഥലം ഞാറനീരി. ഞാറനീരി. നിങ്ങളോ? ചടയമംഗലം. ചടയമംഗലത്ത് എവിടെ? പോരേണം. പൊങ്കാല കഴിഞ്ഞ് ഭക്തജനങ്ങൾ തിരികെ മലയിറങ്ങുകയാണ്. അങ്ങോട്ട് പോയ വഴിയെയല്ല, തിരികെ മറ്റൊരു വഴിയെയാണ് പോകുന്നത്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ ആരനാടാണ്. ആരുടെ ഭാഗത്താ? ആരുടെ വലിയലങ്ങ് ഭാഗത്താണ്. എന്താ ഇന്ന് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ വന്നിട്ട് എന്താ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. ഒരുപാട് ഇത്രയും ആൾക്കാർ നമ്മൾ പ്രതീക്ഷിച്ചില്ല പൊങ്കാലിടുന്നത്. സീതാതീർത്ഥം അല്ലേ? പൊന്മുടിയിലെ സീതാതീർത്ഥം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ. അതെ അതെ അതെ. അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ കടത്തി വിടത്തില്ല. അതെ, നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായം. നമ്മൾ നല്ല സന്തോഷമുണ്ട്. അടുത്ത വർഷം വരുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മോളുടെ പേരെന്താ? അനുഗ്രഹ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡിൽ. ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? നല്ല വെയിലും കാറ്റൊക്കെ ഉണ്ടായിരുന്നോ? സീതാദേവിയുടെ പാദസ്പർശേറ്റ സ്ഥലം കണ്ടായിരുന്നോ? കണ്ടു. അനുഗ്രഹമൊക്കെ കണ്ടായിരുന്നോ? ഹനുമാൻ അനുഗ്രഹിച്ച കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങൾ തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് അന്നദാനം നടക്കുന്നത്.
വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സീതാതീർത്ഥ കുന്നിൻ നെറുകയിൽ നിന്നും താഴ്വാര കാഴ്ചകൾ ഉൾപ്പെടെ ഈ യാത്രയിലെ കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ആ കാഴ്ചകളൊക്കെയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.